വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെ. ദൂതന്മാർ ആട്ടിടയന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ബേത്ലഹേം വരെ പോയി കർത്താവ് നമ്മെ അറിയിച്ചതായി ഈ സംഭവം കാണാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. അവർ അതിവേഗം പോയി മറിയാവിനെയും യോസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെപ്പറ്റി തങ്ങളെ അറിയിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞു. കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതായ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗൂഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അറിയപ്പെട്ടതുപോലെ തന്നെ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനാൽ ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചുപോയി. ഡിസംബർ മാസം 26-ാം തീയതി ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മൾ ഈ വേദഭാഗം വായിച്ചിരിക്കും. സ്വല്പസമയം ഇരിക്കും. ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിനായിട്ട് ഒരു ദിവസം സഭ വേർതിരിച്ചിരിക്കുകയാണ്. യേശുക്കുഞ്ഞിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശുക്കുഞ്ഞിനെ നമുക്ക് വളർത്തി തന്ന മാതാവിനെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ട സന്ദേശങ്ങൾ അയവിറക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ സ്വയപരിശോധന നടത്തുവാനും തക്കവണ്ണം ഈ വേദഭാഗം ഉതകട്ടെ. യേശുവിൻ്റെ വചനം, യേശുവിനെ കുറിച്ചുള്ളതായ വചനം കേട്ട ശേഷമുള്ള പ്രതികരണങ്ങൾ അവരെ കർത്താവിൻ്റെ ശിഷ്യരും കർത്താവിൻ്റെ ഭക്തരുമാക്കി മാറ്റിയത് എങ്ങനെ എന്നുള്ള പാഠം പഠിക്കുവാൻ ഈ വേദഭാഗം നമുക്ക് സഹായകരമാണ്. ഒരു മഗ്ദല മറിയം എങ്ങനെ അപ്പോസ്തലന്മാരുടെ സുവിശേഷം പറയുന്ന സുവിശേഷകയായി തീർന്നു എന്ന് നമ്മൾ കഴിഞ്ഞ 24-ാം തീയതി ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്ത് കേൾക്കുകയുണ്ടായ ഒരാളുടെ അനുഭവ സാക്ഷ്യം നമ്മൾ കേട്ടു. നമുക്ക് ആ ആഗ്രഹം വർദ്ധിപ്പിച്ചിരിക്കുക. നമുക്ക് യേശുവിനെ സ്നേഹിക്കണം, എല്ലാവരെക്കാൾ അധികം സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് അതിനുവേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും അത് പ്രാർത്ഥനാ വിഷയങ്ങളെ കുറിച്ച് തരികയും ചെയ്തിട്ടുണ്ട് പലരും. ആ കാര്യം സാധിക്കുന്നതിന് ഈ ആട്ടിടയന്മാരിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഗ്ദല മറിയത്തിന് അതിരാവിലെ അത് നേരിട്ടുള്ളപ്പോൾ പട്ടാളക്കാരെ പേടിക്കാതെ വേറെ ഒരു പ്രതിബന്ധവും അവൾക്ക് തടസ്സം വരുത്താതെ യേശുവിനുള്ള സ്നേഹം ആ മഗ്ദല മറിയത്തിനെ കർത്താവിൻ്റെ ഖബറിങ്കിൽ എത്തിച്ചതുപോലെ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നതായ വാർത്തകൾ അവൻ്റെ അടുത്തേക്ക് നമ്മളെ വേഗം കൊണ്ടുപോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ദൂതന്മാർ ആട്ടിടയന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവരുടനെ കയറി കിടന്ന് ഉറങ്ങിയില്ല. പകലൊക്കെയും ആടുകളെ മേയ്ക്കുന്ന ജോലി അവർക്കുണ്ട്. ഇപ്പോൾ ആടുകളെല്ലാം ഭദ്രമായി അവിടെ ആലയിൽ കിടക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. അവരുടെ ഉറക്കത്തിനിടയിലോ അല്ലെ അവരുടെ വിശ്രമത്തിനിടയിലോ കിട്ടിയതായ സന്ദേശം കേട്ട ഉടനെ വീണ്ടും കിടന്നുറങ്ങി പുതപ്പും പുതച്ച് ഇങ്ങനെ വേക്കനാ വല്ലതും കണ്ടതായിരിക്കും. അങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ എവിടെയെല്ലാം നടക്കാമെന്ന് വിചാരിച്ച് അവരെയും അവരുടെ ആടുകളെയും മാത്രം ചിന്തിച്ച് അവരുടെ ശരീരത്തിൻ്റെ സുഖം മാത്രം പരിഗണിച്ചിരുന്നെങ്കിൽ അവർക്ക് ഉടനെ തന്നെ അവിടുന്ന് ഈ സംഭവം കാണണമെന്ന് പറഞ്ഞ് പോകാൻ പ്രേരണ ഉണ്ടാകില്ലായിരുന്നു. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞതിന് ശേഷം ഈ യേശുവിനെ കാണാനും ആ യേശുവിനെ കാണിച്ചു കൊടുക്കാനും യേശുവിനെ കുറിച്ച് അറിയിക്കുവാനുള്ള നമ്മുടെ വ്യഗ്രത എന്ന് മാത്രമേ ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ള യേശു എങ്ങനെ വളരുമെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോയ ഉടൻ തന്നെ ഈ ആട്ടിടയന്മാർ പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ ഒന്ന് പോകാം, ഈ സംഭവം നമുക്ക് കാണണം. അപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ കാണാനുള്ള ആഗ്രഹം നമുക്ക് എത്രയുണ്ട്. എത്ര നാളായി സുവിശേഷത്തിലെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്കും അതൊന്ന് കാണണം, എനിക്കും അതൊന്ന് അറിയണം, എനിക്കും അതൊന്ന് അറിയിക്കണം എന്നുള്ള മനോഭാവം നമുക്കുണ്ടായിട്ടുണ്ടോ? അതിനുശേഷം അവരെങ്ങനെയാണ് പോയത്? രാത്രിയൊക്കെ അല്ലേ
പയ്യെ പോകാം എന്നല്ല അവർ വിചാരിച്ച് അതിവേഗം പോയെന്ന്. അവർക്ക് പോകാവുന്നതിൻ്റെ പരമാവധി വേഗത്തിലാണ് അവർ പോകുന്നത്. നമ്മുടെ വേഗം എങ്ങനെ ഇരിക്കുന്നു? യേശുവിനെ കാണാനുള്ള പോക്കിൻ്റെ വേഗം. ഇതിനകത്തെല്ലാം സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുണ്ട്. അവർക്ക് വേണേൽ അന്ന് പോകാതിരിക്കാമായിരുന്നു, അവർക്ക് വേണേൽ പയ്യെ പോകാമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്ക് പോകാവുന്നതിൻ്റെ മാക്സിമം, അതിന് പരമാവധി വേഗത്തിലാണ് അവർ പോകുന്നത്. അതെല്ലാം ആ കേട്ട സന്ദേശത്തോടുള്ളതായ അവരുടെ പ്രതിപത്തിയും ആരെക്കുറിച്ച് കേട്ട കാര്യമാണോ ആ കുഞ്ഞിനോടുള്ളതായ സ്നേഹവും അവരെ വേഗത്തിൽ പോകാൻ പ്രേരിപ്പിച്ചു. മറിയാമിനെയും യോസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ശിശുവിനെ പറ്റി അറിയിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങൾ പറഞ്ഞ സംഗതിയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ധ്യാനം എന്ന് പറയുന്നൊരു നിർവചനം ഇവിടെയുണ്ട്. കേട്ട കാര്യങ്ങൾ കാണാൻ പോകുന്നതും കണ്ട കാര്യങ്ങൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും അത് അനുഭവമാകാൻ അത് രാവും പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ആണ് ധ്യാനം. നമ്മുടെ ആ ധ്യാനം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ആ ധ്യാനം 100% വിജയിക്കണം. മറിയാമിൻ്റെ ആ സ്വഭാവം പ്രകീർത്തിച്ചുകൊണ്ടാണ് സഭ നമുക്ക് ഈ ദിവസം മാതാവിൻ്റെ പോഴ്ച പെരുന്നാളിനായിട്ട് തന്നിരിക്കുന്നത്. മറിയാം ആകട്ടെ ഇവയെല്ലാം നടക്കുന്ന സകല സംഭവങ്ങളും ഹൃദയത്തിൽ ഗാഢമായി ചിന്തിച്ച് അത് സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മാതാവിൻ്റെ ഹൃദയം യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ സംഗ്രഹിക്കാൻ തക്കോണം വിശാലമായിരുന്നു. അതിന് ഇടവും അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം മാറ്റിവെച്ചതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സംഭരിച്ചു വെക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. ഇന്നത്തെ ഇലക്ട്രോണിക് ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ വരുന്ന പ്രോഗ്രാം, അവിടുത്തെ കാര്യങ്ങളൊക്കെയും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മെമ്മറി എന്ന് പറഞ്ഞൊരു ചിപ്പുണ്ട്, മെമ്മറി ചിപ്പ്. ആ മെമ്മറി ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സേവ് ചെയ്തിടാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ കണ്ടത് അതിലേ അങ്ങ് പോകും. ഓഫ് ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് പോകും. നമ്മുടെ മെമ്മറി ചിപ്പ് എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഓർമ്മ സംഗ്രഹിച്ചു വെക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടത്തതാണോ അതോ നിറഞ്ഞു കിടക്കുകയാണോ? നമുക്ക് പലതും ധ്യാനിക്കുവാനോ സംഗ്രഹിക്കുവാനോ കഴിയാത്ത ഇടയില്ലാത്തതുകൊണ്ടാണ്. സേവ് ചെയ്യാൻ ഇടയില്ല, അതങ്ങ് പോകും, ഒഴുകിയങ്ങ് പോകും. അപ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള വചനങ്ങൾക്കും ഇടം കൊടുക്കത്തക്ക നമ്മുടെ ഹൃദയം നമ്മൾ റിസർവ് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ടോ? ബുക്ക് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ടോ? എൻ്റെ ഹൃദയം കർത്താവിനെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും സംഗ്രഹിക്കുവാനും അത് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കാനുമാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ടോ? മാതാവിൻ്റെ സ്നേഹം ദൂതനിൽ നിന്ന് കേട്ടതായ സന്ദേശം മുഴുവനും ഉൾക്കൊണ്ട് ആ യേശു കുഞ്ഞിനെ വളർത്താൻ മാതാവിൻ്റെ ശരീരവും ദേഹവും ദേഹിയും എല്ലാം പൂർണ്ണമായി മാറ്റിക്കൊടുത്തു. ആ ഹൃദയത്തിന് ഇനി ഇടം കിടപ്പുണ്ട് പിന്നത്തെ സംഭവങ്ങളിലൂടെ ധ്യാനിക്കുവാൻ. രാവും പകലും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം നടക്കുമെന്നുള്ള 1-ാം സങ്കീർത്തനം അവിടെ അന്വർത്ഥമാകുകയാണ്. മാതാവ് വാടുന്നില്ല, തളരുന്നില്ല. ഈ കുഞ്ഞിനെ വളർത്തുന്നതിൽ ഉത്സാഹമുള്ള ഒരാളായി ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പിന്നെയും അയവിറക്കിക്കൊണ്ടേയിരുന്നു. നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് ഈ സ്വഭാവം നമുക്ക് വേണമെന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അറിയപ്പെട്ടതുപോലെ തന്നെ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനാൽ ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചുപോയി. അപ്പോൾ ഇടയന്മാരും മാതാവും എല്ലാം കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ആരാധനയാക്കി മാറ്റി. അത് മാതാവിനെ പുകഴ്ത്തുവാൻ മാതൃകാപരമായ ഒരു സ്വഭാവമായി അതവിടെ കിടക്കുന്നു. മാതാവിൻ്റെ കൂടെ കൂടിയ മഗ്ദലന മറിയത്തിനും ഈ സ്വഭാവം കിട്ടി. അവർ രണ്ടുപേരും കൂടി യേശുവിനെ അനുഗമിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും കുരിശിന് ചുവടുവരപ്പാൻ സാധിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട് ആനന്ദിക്കാൻ സാധിച്ചു. സ്വർഗാരോഹണത്തിന് ശേഷം ബന്ധിക്കുസിയിൽ അവർക്കും ആ സിഹിയോൻ മാളികയിൽ കാത്തിരുന്ന ആത്മ നിറവ് പ്രാപിച്ച് ഇന്നും അവരെക്കുറിച്ച് എല്ലായിടങ്ങളിലും സുവിശേഷം പറയുവാനിടയാക്കിയത് നമ്മുടെയും അനുഭവമാകട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ അവകാശങ്ങൾക്കും പകരം കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. മഗ്ദലന മറിയത്തിൻ്റെ കൂടെ 7 ഭൂതം ഉണ്ടായിരുന്നു. അതിന് പകരം കൊടുത്ത് മാറ്റിയതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ യേശുവിന് ഇടം ഉണ്ടായത്.
നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വചനത്തിനും കർത്താവിനും വിശുദ്ധന്മാർക്കും ധ്യാനത്തിനും ഇടം ഉണ്ടാകണമെങ്കിൽ ഭൂതങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇടം പകരം കൊടുത്ത് അവർ ചോദിക്കുന്നതിനും പകരം കൊടുത്ത് ഇറക്കി വിട്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലായെങ്കിലേ യേശുവിലായിക്കൊണ്ടിരിക്കുന്ന ആ പ്രാണനിൽ മാത്രമേ ആരാധനയും സ്തുതിയും സന്തോഷവും ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് മഗ്ദലന മറിയത്തിൻ്റെയും മാതാവിൻ്റെയും സ്വഭാവം പൂർണ്ണമായിട്ടില്ലെങ്കിൽ ആ സ്വഭാവത്തിൻ്റെ മുടക്കികൾക്ക് പകരം കൊടുക്കുവാൻ നമ്മൾ എഴുന്നേറ്റ് സ്വർഗ്ഗകോടതിയിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരിക്കൽ കൂടെ പാവചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഉള്ള തടസ്സം എതിലേവിടെ വരുന്നെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം പരിശുദ്ധാത്മാവിനോട് യാചിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറയുന്നത് വചനം പഠിപ്പിക്കുകയും അത് ഓർപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണെന്ന് പറയും. അപ്പോൾ വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചോണം, പരിശുദ്ധാത്മാവെ നീ എന്നെ പഠിപ്പിച്ചാൽ എനിക്കിത് മനസ്സിലാവുള്ളൂ. അതുമാത്രമല്ല, കൃത്യസമയത്ത് ഓർപ്പിക്കുന്ന പണിയും പരിശുദ്ധാത്മാവ് ചെയ്യും. ഇത് രണ്ടും ചെയ്തോണം. ഇത് രണ്ടും സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം അശുദ്ധാത്മാക്കൾ നമ്മളെ ചില കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരുന്നു കാര്യം നടക്കാത്തത്. നമ്മൾ ഗർഭം മുതലേ അശുദ്ധാത്മാക്കൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വചനത്തിലിരിക്കാനിടയില്ല. കഴിഞ്ഞ ദിവസം 27-28 വയസ്സുള്ള ഒരു ടീച്ചർ ഒരു സങ്കടവുമായിട്ട് വന്നു. എന്താ അവരുടെ സങ്കടം എന്നറിയാമോ? ആ ടീച്ചർ പഠിപ്പിക്കുന്ന 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ട്യൂഷൻ എടുക്കാനായിട്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ടീച്ചറിന് ഈ പയ്യനോട്, ആ പയ്യൻ ഈ ടീച്ചറിനോടും പ്രേമമായി. എന്തൊരു വിചിത്രമായ പ്രേമമായത്! 28 വയസ്സുള്ള ടീച്ചറിനെ 17 വയസ്സുള്ള പയ്യൻ സ്നേഹിക്കുന്നു. ടീച്ചർ എന്നെ കെട്ടിയില്ല, ഞാൻ നിന്നെ കെട്ടിയില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നില്ല. ഒരു ഭ്രാന്ത്. അതിൻ്റെ പുറയിൽ ചില അശുദ്ധാത്മാക്കളുടെ ബന്ധനം ഉണ്ടായിരുന്നുള്ളത് മനസ്സിലാകുന്നവരെ ഇതങ്ങോട്ട് മറക്കാനൊക്കുന്നില്ല, ഇതങ്ങോട്ട് ഉപേക്ഷിക്കാനൊക്കുന്നില്ല പറഞ്ഞ് നിസ്സഹായാവസ്ഥ കാണിക്കുക. ഇതുപോലെ എൻ്റെ പുറയിൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്നതും പല ഇടങ്ങളിൽ നിന്ന് കയറിയതുമായ വിഷത്തിൻ്റെയും അശുദ്ധിയുടെയും അശുദ്ധാത്മാക്കളുടെയും ബന്ധനങ്ങളുടെയും ശാപങ്ങളുടെയും എല്ലാം ഒരു പട്ടിക ഇതിൻ്റെ പുറയിലുണ്ട്. നമുക്ക് ഓർക്കേണ്ടത് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പഠിക്കേണ്ടത് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഗർഭം മുതലേ എന്തൊക്കെയോ അരുതാത്തത് കേട്ടുപോയി പഠിച്ചുപോയി അത് ഓർപ്പിക്കുന്ന പിശാചിന് പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അവകാശം തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കേണ്ടത് പഠിക്കാനും ഓർക്കേണ്ടത് ഓർക്കാനും ഒക്കെ സാധിക്കും എന്നുള്ള കാര്യം അനേക അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാത്ത പോലെ ഞങ്ങൾ പഠിച്ചുപോയി. അതിനെ മായ്ച്ചു കളയണം, ഡിലീറ്റ് ചെയ്യാൻ അതിനും പവർ ആവശ്യമാണ്. കമ്പ്യൂട്ടറിൽ വൈറസ് കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മായ്ച്ചു കളയേണ്ടത് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് മാതാവിൻ്റെ പോഴ്ച പെരുന്നാളിൽ മാതാവിനെ പോലെ കേട്ടതെല്ലാം സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ച് അത് ധ്യാനമാക്കി അത് ചെയ്യുന്നത് സാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഒത്തിരി ഫയലുകൾ കിടപ്പുണ്ട്. വൈറസ് കയറി അങ്ങനെ പോയി കിടക്കുക. അതങ്ങോട്ട് എടുത്തിട്ട് ഓരോന്നിനെയും ഡിലീറ്റ് ചെയ്യാൻ സമയമെടുക്കും. അതിന് ബാറ്ററിക്ക് നല്ല പവറും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ പോഴ്ച പെരുന്നാളിൽ മാതാവിനും മഗ്ദലന മറിയത്തിനും കിട്ടിയ അനുഗ്രഹം, മഗ്ദലന മറിയത്തിന് 7 ഭൂതങ്ങൾ പോയി കിട്ടി. ഭൂതങ്ങൾ പഠിപ്പിച്ചതെല്ലാം ഡിലീറ്റ് ചെയ്ത് കിട്ടി. ഹൃദയം ഫ്രീ ആയി. വചനം മുഴുവൻ അങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം കൃത്യസമയത്ത് ഓർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ ഉറങ്ങാതെ തന്നെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് പോകാൻ അവളെ പ്രേരിപ്പിച്ചത്. പരിശുദ്ധാത്മാവിന് വചനത്തിനുള്ള ഇടമുണ്ടായിരുന്നുണ്ടാവും. ഇടം മുടക്കുകയും സ്നേഹം മുടക്കുകയും ഓർമ്മ മുടക്കുകയും പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവേ വരണമേ, അശുദ്ധാത്മാവേ നീ പോന്ന് പറഞ്ഞതിനെ ശാസിക്കാമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പരസ്പരം ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണത്. പരിശുദ്ധ മാതാവിൻ്റെ പോഴ്ച പെരുന്നാളിൽ നമ്മൾ വായിച്ചതായ തിരുവചനങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു. നമുക്ക് എന്തുമാത്രം ദൈവസ്നേഹമുണ്ട്, നമുക്ക് എന്തുമാത്രം അനുസരണമുണ്ട്, നമുക്ക് എന്തുമാത്രം ഓർമ്മശക്തിയുണ്ട്. ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ മാതാവിൻ്റെ ജീവചരിത്രം നമ്മളെ സഹായിക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചു കേട്ടു. യേശു കുഞ്ഞിനെയും മാതാവിനെയും ആട്ടിടയന്മാർ പോയി കണ്ടു.
അവർ വലിയ സന്തോഷത്തോടെ അത് അനേകരോട് പറഞ്ഞു. അവർ കർത്താവിൻ്റെ ശിഷ്യരായി മാറി. ഈ ആട്ടിടയന്മാരെ കുറിച്ച് പിന്നെയും ചരിത്രങ്ങളുണ്ട്. ഈ ആട്ടിടയന്മാർ യേശുവിനെ കുറിച്ച് പിന്നെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവർ യേശുവിൻ്റെ പിന്നാലെ വന്ന് യേശുവിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി അങ്ങനെ സത്യക്രിസ്ത്യാനികളായി സഭാചരിത്രത്തിൽ സ്ഥാനം പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ വേദോസ്തത്തിൽ എഴുതാത്ത ഒരു ചരിത്രമാണ്. വേദോസ്തത്തിൽ എഴുതാത്ത ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അത് സഭാചരിത്രത്തിലും ലോകചരിത്രത്തിലും ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അവരുടെ ആ താല്പര്യം, വേഗത്തിൽ പോയി മറിയാമിനെയും യേശുവിനെയും കണ്ട അവരുടെ ആ സ്നേഹം, ആ സംഭവം കാണാനുള്ള അവരുടെ ആഗ്രഹം, ഉറക്കത്തെയും സുഖത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിനെ കാണാൻ പോയിട്ട് അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതായ കാര്യം അത് അനേകരോട് പറഞ്ഞ് അനേകർ യേശുവിനെ കാണാൻ പോയി. അങ്ങനെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ആ ആട്ടിടയർക്ക് കഴിഞ്ഞു. മാതാവ് ഇതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. മറിയാമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചത് മാതാവിൻ്റെ ഹൃദയത്തിൽ വചനമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഹവ്വായുടെ ഹൃദയത്തിൽ പിശാചിൻ്റെ വചനം കയറിക്കൊണ്ടു, ദൈവത്തിൻ്റെ വചനം അങ്ങ് പോയി. ഹവ്വായ്ക്ക് ഏദൻ തോട്ടം നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഏദൻ തോട്ടവും കുടുംബജീവിതവും ഒത്തിരി സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടത് വചനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പിതാവായ ദൈവതമ്പുരാൻ കൊടുത്ത വചനം പിശാച് എടുത്തു കളഞ്ഞു. അതിനു പകരം ബോഷ്ക്ക് വിശ്വസിപ്പിച്ചു. ഹവ്വായുടെ ഹൃദയത്തിലാണ് ആദ്യം ആ വൈറസ് കയറാൻ തുടങ്ങിയത്. ഹവ്വായുടെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറി. ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും വൈറസ് അങ്ങോട്ട് കയറിയത്. അപ്പോൾ വചനമെല്ലാം പോയി, നിർവീര്യമായി. വചനത്തെ നിർവീര്യമാക്കുന്ന ദുഷിച്ച പാരമ്പര്യത്തിന് തുടക്കമിട്ടു. ആ പാരമ്പര്യം ഇന്നും നമ്മുടെ ഒന്നാം ജന്മത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളയാനും പിശാച് പറയുന്ന മോഹനീയമായ ആ വചനങ്ങൾ വിശ്വസിക്കുവാനുള്ളൊരു ബലഹീനത എല്ലാ വ്യക്തികളിലെയും എല്ലാ കുടുംബങ്ങളിലും എല്ലാ തലമുറകളിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വേദഭാഗം ആവർത്തിച്ച് വായിക്കേണ്ടി വരുന്നത്. പരിശുദ്ധ കന്യമറിയാവിൻ്റെ ഹൃദയത്തിൽ വചനത്തിനല്ലാതെ ഒരു വചനത്തിനും ആർക്കും ഒരു സ്ഥാനവുമില്ലായിരുന്നു. സ്വല്പ സംശയം ഉണ്ടായിരുന്നു. കല്യാണോറപ്പിനും കല്യാണത്തിനിടയിൽ എങ്ങനെയാണ് ഗർഭിണിയാകുന്നത് എന്നുള്ള ഒറ്റ സംശയം ഉണ്ടായിരുന്നു. അത് നല്ല സംശയമായിരുന്നു. അപ്പോൾ കന്യമറിയാൻ പള്ളിയിൽ താമസിച്ചെങ്കിലും ഗൈനക്കോളജി പഠിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ആ ശാസ്ത്രവും പഠിച്ചിരുന്നു. പുരുഷനെ അറിഞ്ഞാലേ ഗർഭിണിയാകാൻ ഒക്കുകയുള്ളൂ. ഇപ്പോൾ അത് സാധിച്ചിട്ടില്ലല്ലോ, അത് നടന്നിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. അത് നല്ലൊരു ചോദ്യവും അത് ആവശ്യമായ ചോദ്യം. അവൾ ശരി കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം മറിയാമിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സംശയം ദൂരീകരിച്ചിട്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിഴലടിയിലാണ് നടക്കാൻ പോകുന്നത് അറിഞ്ഞ് വലിയ സന്തോഷമായി. അങ്ങനെ ദൈവത്തിനും വചനത്തിനും സത്യത്തിനും മാത്രം ഇടമുണ്ടായിരുന്ന മനുഷ്യൻ ആ മാതാവിൻ്റെ ഹൃദയത്തിലും ഉദരത്തിലുമാണ് യേശു ജനിച്ചത്. നമുക്ക് യേശു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ, യേശു നമുക്ക് ജനിക്കണമെങ്കിൽ ആ സ്വഭാവം നമുക്ക് വേണമെന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കന്യമറിയാമിനെ വചനം വിശ്വസിക്കുവാനും അനുസരിക്കുവാനും അത് പ്രയോഗിക്കുവാനും അത് ഗാഠമായി ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുവാനുള്ള കഴിവ് കിട്ടി. ആ ധ്യാനത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടിയത്. നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ വചനം ഓർക്കുന്നുണ്ടോ? ഹവ്വായുടെ അടുത്ത് തന്ത്രപൂർവം പിശാച് കയറിയതായ പാമ്പ് സംസാരിച്ചപ്പോൾ ഇങ്ങനെയല്ലല്ലോ പിതാവ് എന്നോട് പറഞ്ഞത്, ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തെങ്കിലും കാര്യം കാണും. ഇവൻ മരിക്കുകയെന്ന് പറയുന്നു, പിതാവ് മരിക്കുമെന്ന് പറയുന്നു. ഇതാര് പറയുന്ന അപ്പോൾ വിശ്വസിക്കുന്നത്? പിതാവ് ഇതൊക്കെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് തന്നു, എന്തെങ്കിലും കാര്യം കാണുമെന്ന് വിചാരിച്ച് പിതാവ് പറഞ്ഞത് ഓർത്തിരുന്നെങ്കിൽ അത് വേണം പിശാചിനോട് പറയായിരുന്നു. ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട്, എനിക്കിത് വിശ്വസിക്കാനൊക്കെയുള്ളതുകൊണ്ട് അത് നീ പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്, ആകർഷകമായിട്ടാണ്, എന്നെ ഹൃദയത്തെ ആകർഷിക്കാത്ത തരത്തിൽ അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ അച്ചായനോടൊന്ന് ചോദിക്കട്ടെ, ആദാമിനോടൊന്ന് ചോദിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ദിവസം 4 മണിക്ക് നടക്കാൻ വരുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ്ങിൽ വെച്ചിരുന്നെങ്കിൽ, കാര്യത്തെ അവധി വെച്ച് വിട്ടിരുന്നെങ്കിൽ അബദ്ധം പറ്റുമായിരുന്നോ? നമ്മളിങ്ങനെ അവധി വെച്ച് മാറ്റി വെക്കാതെ കണ്ടതും കേട്ടതും വെട്ടി വിഴുങ്ങി അങ്ങനെ നമ്മൾ പാപത്തിൽ വീണുപോയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ വചനം ഉള്ളിൽ ഗ്രഹിക്കുകയും അത് ഓർക്കുകയും ചെയ്യാഞ്ഞതുകൊണ്ട് അബദ്ധം പറ്റിയ ഒരമ്മയുടെ കഥ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കൗൺസിലിങ്ങിന് വന്നതാ.
ഒരമ്മ 28 വയസ്സ് പ്രായമുള്ള അതിൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ആ മകള് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ടീച്ചറുമാണ്. ഒത്തിരി കല്യാണാലോചന വന്നു, ഒന്നും ഇവള് സമ്മതിക്കുകയില്ല. പല കല്യാണ ആലോചനകൾ വന്നതിൽ ഒക്കാതെ പോയതിന് പല കാരണങ്ങളും പൊരുത്തക്കേടുകൾ പലതുണ്ട്. അവസാനം ഒരു കല്യാണാലോചന എല്ലാം ഇഷ്ടപ്പെട്ടു. മാതാപിതാക്കൾക്ക് 2 കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു, നല്ല ആലോചന. ഈ ടീച്ചർ എന്നാ പറഞ്ഞെന്നറിയാവോ? ഫോൺ ചെയ്ത് എനിക്ക് അങ്ങ് ഇഷ്ടമില്ലെന്ന് തീർന്നില്ലേ? ഇഷ്ടമില്ലെന്ന് നേരിട്ട് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. ഫോണിൽ അറിയിച്ചേച്ച് കാണാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതൊന്ന് മാറിപ്പോയി. കല്യാണം ഇതുവരെയും തന്നിട്ടില്ല, നല്ലൊരു കല്യാണം വേണ്ടാന്ന് വെച്ചു. തള്ളിക്കറിഞ്ഞു, തട്ടിക്കളഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അവൾക്കിനി കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. എന്താ? അപ്പം അമ്മ ചോദിക്കുന്നത് ഇല വെച്ചാണ് 2 മൂത്തതിനെയൊക്കെ കെട്ടിച്ചു. ഞങ്ങൾ എപ്പോഴാണ് ചാകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ചുമ്മാ നിർത്തിക്കൊണ്ടിരിക്കാനൊക്കെ കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ജീവിക്കും? എങ്ങനെയാലും ജീവിക്കും. അവർക്ക് ആ ബോധം നഷ്ടപ്പെട്ടു. വരുമ്പരാഴി ചിന്തിക്കാനുള്ള കഴിവ് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാ. അപ്പം ഈ കാര്യത്തിന്റെ കണക്ക് കൂട്ടാൻ നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ബോധം പോയെന്ന് അതിന്റെ അർത്ഥം. എന്താ കാര്യം? കിഴിച്ച് ചോദിച്ചു വന്നപ്പോൾ അവള് പറയുന്നത്, എൻ്റെ അടുത്ത് ട്യൂഷന് വന്ന ഒരു 17 വയസ്സുകാരൻ സ്കൂളിലെ പയ്യൻ എന്നോട് പ്രേമമാണ്, എനിക്കും പ്രേമമാണ്, എനിക്കിത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ മേല. അവൻ എന്നെ ഉപേക്ഷിക്കാനൊക്കെ എനിക്ക് അവൻ എന്നെ ഉപേക്ഷിക്കാൻ ഒക്കുന്നില്ല, ഉപേക്ഷിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തൊരു പ്രാന്ത! വയസ്സ് 11 വയസ്സത്തിന് വ്യത്യാസമുണ്ട്. ഇത് എന്നും മാത്രം അബോധാവസ്ഥ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. ഈ അമ്മയും ഒത്തിരി വിഷമിച്ചു, സങ്കടപ്പെട്ടു, ദുഃഖിച്ചു. അവസാനം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും കൊണ്ടുവന്നിരിക്കുകയാണ് ഇയാളിനെ കൊണ്ട്. അമ്മ മാറിയിരിക്കാൻ പറഞ്ഞു. രഹസ്യമായി പ്രാർത്ഥിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വിവരങ്ങൾ ചുരുളഴിയാൻ തുടങ്ങി. വേദോത്സവത്തിലോ പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ വിശ്വാസമില്ലാത്ത ഒരാൾ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോയി. അകത്ത് വൈറസ് കയറിയിട്ടുണ്ട്, വിഷം കയറിയിട്ടുണ്ട്, ബന്ധനം ഉണ്ടായിട്ടുണ്ട്, ശാപങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ബോധം മറിഞ്ഞ് എതിരെയാ പോകുന്നറിയാതെ ഇങ്ങനെ അന്ധമായി പോവുകയാണ്. അപ്പോൾ വീട്ടുകാർ തീരുമാനിച്ചു, ഇവിടെ ഇനിയും പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ട്യൂഷനും നിർത്ത്. അങ്ങനെ ഉണ്ടായിരുന്നൊരു നല്ല ജോലിയും പോയി, ട്യൂഷൻ വരുമാനം കിട്ടുന്നു, അതും അങ്ങ് പോയി വീട്ടിൽ നിൽക്കുക. അപ്പം ഇത്രയും നഷ്ടം വരാൻ കാര്യം എന്താണ്? ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ടീച്ചറിനെ മൂത്തവരെയൊക്കെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരനെ പോലെയും കരുതണം എന്നുള്ള വചനം ഓർമ്മയുണ്ടായിരുന്നു. ഈ പണിക്ക് പോകുമായിരുന്നു. ആ വചനം എവിടെയാണ് പറയാവോ? എവിടെയാ? 1 തീമോത്തി 5-ാം അധ്യായത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. മൂത്തവരെയൊക്കെ അപ്പനെ പോലെയും ഇളയവരെ, അതെ. അപ്പം മൂത്ത പുരുഷന്മാരെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരനെ പോലെയും കാണും. നേരെ തിരിച്ചിന് മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിയെ പോലെ. ഈ വചനം ഈ സഹോദരിക്ക് അല്ലെങ്കിൽ ഈ ടീച്ചറിന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് പോകുമോ? ടീച്ചറിന് വേണേ പോടാ, നീ എൻ്റെ സ്റ്റുഡൻ്റാ, നമുക്ക് 11 വയസ്സിന് വ്യത്യാസത്തിന് പ്രാന്ത, മിണ്ടി പോയേക്കരുത്, പൊക്കോണം കൊടുക്കും എന്ന് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ കുറേ നടക്കുമായിരുന്നു. അപ്പോൾ വചനം അന്നേരം ഓർമ്മ വന്നില്ല. അതുപോലെ അന്ധമായി പോയെന്നില്ല. ശരിക്കും വചനം പഠിക്കണം, വചനം കൃത്യസമയത്ത് ഓർക്കണം. ഹവ്വയ്ക്ക് പിതാവ് പറഞ്ഞ വചനം മറന്നിട്ടാണ് പിശാച് പറഞ്ഞ വചനം ഓർത്തിട്ട് വിലക്കപ്പെട്ട പഴം തിന്നാനായിട്ട് ആർത്തിയോടെ നടന്നത്. അപ്പോൾ വചനം ഓർക്കുക, വചനം പഠിക്കുക, വചനം പഠിപ്പിക്കുക, ധ്യാനിക്കുക, ഇത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന കരുതലാണ്. അപ്പോൾ 1 തീമോത്തിയോസ് 5-ാം അധ്യായം ഇല്ലേ? പിള്ളേരെ ശരിക്കും പഠിപ്പിച്ചോണം, എല്ലാവരും പഠിച്ചോണം. മൂത്തവരെയൊക്കെ ദൈവാത്മാവിലുള്ളവർക്ക് മാത്രമേ മൂത്തവരെ അപ്പനെ അമ്മയെ പോലും ഇളയവരെ സഹോദരി സഹോദരനെ പോലെ കണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ദൈവം തരുന്ന പുരുഷനും ദൈവം തരുന്ന സ്ത്രീയും മാത്രമാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ, സ്ത്രീപുരുഷ ബന്ധത്തിന് അനുവദിച്ചിരിക്കുന്നത്. അല്ലാത്തെല്ലാം പാപമാണ്, ശാപമാണ്. അതിൻ്റെ കൂടെ പിശാചും കൂടെ കാണും. ഈ ബോധത്തിൽ വേണം പ്രായപൂർത്തിയാകുന്ന പിള്ളേരെ പഠിപ്പിച്ചിട്ട് വേണം വിടാൻ. അങ്ങനെ ലൈൻ അടിക്കാൻ പലരും വരും, പലരും കണ്ണു കാണിക്കും, പലതും പലതൊക്കെ പറഞ്ഞെന്നിരിക്കും. അന്നേരം ഏത് ഓർക്കണം? വചനം ഓർക്കണം. അത് പറഞ്ഞ ആ കാര്യം അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പുറകെ നടക്കുമോ? അങ്ങനെ വചനം മറന്നതിൻ്റെ കുഴപ്പം. യോസേപ്പിനെ യജമാനത്തെയാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം യോസേപ്പിൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാ? ദൈവമെല്ലാം കാണുന്നു, തരാത്തത് എനിക്ക് വേണ്ട,
എൻ്റെ യജമാനൻ എന്നെ വിശ്വസ്തയോടെ ഈ വീട് ഏൽപ്പിച്ചിരിക്കുന്നു, എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ യജമാനത്തിയായത് എൻ്റെ അമ്മയുടെ സ്ഥാനമുള്ള ആളാണ്, എൻ്റെ യജമാനത്തിയുടെ സ്ഥാനമുള്ള ആളാണ്. ഞാനൊരു പയ്യൻ, ഇത് ശരിയല്ല, കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അവൻ ഓടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഓടുന്നയാളിന് കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്തു? പിടിച്ചടം വിട്ടേ കിട്ടിയിടാൻ കൊണ്ടങ്ങ് പോയി. അപ്പം വാദി പ്രതിയായി. എങ്കിലും അവിടെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവന് മന്ത്രിയാകാനും ഭക്ഷ്യമന്ത്രിയാകാനും ദൈവത്തിന്റെ കരുണ കിട്ടുവാനും കൃത്യസമയത്ത് രാജാവ് തന്നെ നല്ല മിടുമിടുക്കിയായ ഒരു ഭാര്യയെ കൊണ്ട് കൊടുത്ത് കല്യാണം നടന്നു. മിടുമിടുക്കരായിരുന്നു, പിള്ളേരെയും കിട്ടും. ആരൊക്കെയാ? മനശ്ശെയും എഫ്രൈം, ഓമനക്കുട്ടൻ എഫ്രൈം. ഓമനക്കുട്ടനെന്ന് വിളിച്ച എഫ്രൈമിനൊക്കെ കിട്ടിയത് നേരത്തെ കിട്ടുക. ഇവളുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ ഇത് വലിയൊരു അറിയുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഭാവി കളയുന്നതാണ് വചനം മുടക്കി. ഏത് സംഭവിച്ചാലും വചനത്തിൽ കൂടെ കാണണം, വചനം ഓർക്കണം, വചനം ധ്യാനിക്കണം, വചനം പ്രയോഗിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് അനേക തലമുറകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ദാവീദിന് ഊരിയാവിന്റെ ഭാര്യയെ കണ്ടപ്പോൾ കൊള്ളാമല്ലോ, അതിസുന്ദരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിസുന്ദരി എന്നാണ് അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആര് കണ്ടാലും മോഹിച്ചു പോകത്തക്ക തരത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ്. അവിടേക്ക് കണ്ടുപോയപ്പോൾ ദാവീദിന് 10-ാം കൽപ്പന ഓർമ്മ വന്നു. കൂട്ടുകാരൻ്റെ അല്ലെ മറ്റുള്ളവരുടെ ഭാര്യയോ ദാസനെയോ ദാസിയോ ആരെയും മോഹിക്കരുത്. അത് ഓർമ്മിച്ചിരുന്നെങ്കിൽ ഈ പണിക്ക് പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് ദാവീദിന് ആ ഓർമ്മ വരാതെ പോയത്? ദാവീദ് അമ്മോന്യരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മോന്യയുടെ സ്വഭാവമായത്. അമ്മോന്യരാരാ? ലോത്തിന്റെ ഒരു മകളാ. ലോത്തിന്റെ ഒരു മകളിൽ നിന്ന് ലോത്തിന് തന്നെ ഉണ്ടായ ഒരു അശുദ്ധ ജാതിയാണ് അമ്മോന്യർ. അവർക്ക് അനേകരെ വശീകരിച്ച് കൈക്കലാക്കാനുള്ള കഴിവുണ്ട്. ആ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഈ ദാവീദിന് പ്രാർത്ഥിക്കാൻ മടി, അലസത. ആ അലസതയോട് പോരാടിയില്ലെങ്കിൽ അത് പാപത്തിലേക്ക് നീങ്ങും. അങ്ങനെ ഒരു പാട്ടുണ്ട്, അൽപാലസ്യം മൂലം ഇതാ പിഴവഴി അവനെ നയിക്കുന്നു, ശ്രേഷ്ഠത്താൽ ആത്മവധം ചെയ്യും. പാട്ടിനകത്തുള്ള അലസത വരുമ്പോൾ വിചാരിച്ചോണം ഏതോ പാപം വരുന്നുണ്ട് പറയും. നമ്മളെ പാപം ചെയ്യിപ്പിക്കാൻ വേണം അലസത. പ്രാർത്ഥന മുടക്കി, വചനം മുടക്കി, ആരാധന മുടക്കി, ധ്യാനം മുടക്കിയൊക്കെ അലസതയിൽ നിന്ന് വരാമെങ്കിൽ ഉടനെ വിചാരിച്ചോണം കുറെ ആരുണ്ട്, പാപം വരുന്നുണ്ട്. അത് നമ്മളോട് ഭയങ്കര താല്പര്യമാണ്. വാതകം വന്ന് കിടക്കും, അവൻ നമ്മളെ ഉറക്കം തുണിപ്പിക്കും, മറവി വരുത്തും, പല പ്രശ്നങ്ങളുണ്ടാക്കും. അന്നേരം വിചാരിച്ചോണം വരുന്നുണ്ട് ആള് കുറേ. അപ്പൊ ദാവീദിന് ഒരു സന്ധ്യാപ്രാർത്ഥന മുടക്കണമെന്ന് തോന്നി, ഒന്ന് നടക്കണമെന്ന് തോന്നി. ഇതൊക്കെ പിശാചിന്റെ പരിപാടികളാണ്. അമ്മോന്യരുമായി യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ ഈ രാജാവ് പ്രാർത്ഥിക്കേണ്ടായിരുന്നു, കർത്താവേ ലോത്തിന്റെ മക്കളവര് അശുദ്ധരാ, 10 തലമുറ കഴിഞ്ഞപ്പോഴും തൊടാൻ കൊള്ളുകയില്ലാത്ത ഇനമാ. ഈ പോകുന്ന പോക്കിൽ ഈ യുദ്ധത്തിനിടയിൽ അവരുടെ അശുദ്ധിയൊന്നും ഞങ്ങൾക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവന് മറവെടുത്തേനെ. എന്നിട്ട് ഈ രാജാവ് തന്നെ മുൻകൈ എടുത്ത് അവരെ ശരിക്ക് നശിപ്പിച്ച് ആ വംശത്തെ മുഴുവൻ നിർമ്മൂലമാക്കാൻ ദൈവം കൊടുത്തൊരു അവസരമാണ്. ആയോ? ഇല്ല. അലസത കൊണ്ട് വേറെ ആളെ പറഞ്ഞു വെച്ച് പട്ടാളക്കാരെ മാത്രം അങ്ങ് വിട്ട് നിങ്ങൾ യുദ്ധം ചെയ്ത് ഞാൻ ഇവിടെ വിശ്രമിക്കാന്ന് പറഞ്ഞു. ആ അലസത അവിടെ തുടങ്ങി. അതെല്ലാം പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് ഞാൻ പോകണോ പോകണ്ടായോ? കർത്താവിന്റെ നിയമപ്രകാരം അവൻ പോയിരുന്നെങ്കിൽ ഈ പാപം ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ അടുത്ത ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഇത് വേറൊരുത്തന്റെ ഭാര്യയാ. അവൻ വേറൊരുത്തൻ അന്യായമല്ല, തന്റെ പട്ടാളക്കാരൻ തന്നെയാ. ഞാൻ കാണിക്കുന്നത് ഒരു അന്യായമാണ്. അതുകൊണ്ട് ആ പട്ടാളക്കാരന്റെ കുടുംബം ഭദ്രമായിരിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ അവിടെ കുടുംബം കലക്കരുത് എന്ന് ബോധം വന്നോ? അമോന്യ പിശാചിന്റെ തന്ത്രങ്ങളും വശീകരണങ്ങളും ആ മയക്കം അതിനകത്ത് വന്നിരിക്കുന്നു. അപ്പൊ പിശാചിന് നമ്മളെ മയക്കാൻ കഴിവുണ്ട്, ബോധം മയക്കാൻ കഴിവുണ്ട്. ദാവീദിനെ ഒരു കൊല്ലത്തെ പിന്നെ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. താൻ ചെയ്ത കുറ്റം പിന്നെ മറയ്ക്കാനുള്ള ബന്ധപ്പാടാണ്. പിന്നെ താൻ അവിഹിതമായി സ്വീകരിച്ച ഭാര്യയാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലാനുള്ള പരിപാടിയാണ് പിന്നെ ചെയ്തത്. അങ്ങനെ കൊന്നു. കൊലപാതകവും വ്യഭിചാരവും പാപം മറയ്ക്കലും ഇങ്ങനെ തോന്നുകൊണ്ടേയിരുന്നു. ഒരു കൊല്ലാന്ന് പോയി കിട്ടി. പിന്നെ ഒരു പ്രവാചകൻ വളരെ ബുദ്ധിപൂർവ്വം ചെന്ന് വചനം കൊടുത്തപ്പോഴാണ് പിന്നെയും 51-ാം സങ്കീർത്തനം ചൊല്ലി കരഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ വചനം കേൾക്കുവാനും ഓർക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ നിരന്തരമായി രാവും പോലും ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ പിശാച് നമ്മളെ തകർക്കാൻ മിടുക്കനാണെന്നുള്ള കാര്യം ഇതവിടെ പഠിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യമറിയാം താൻ കണ്ടതും കേട്ടതും ഗാഠമായി ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് കുരിശിന്റെ ചുവട് വരെ പോകാനൊക്കെ. അല്ലെങ്കിൽ നിരീശ്വരവാദിയാകാനും പിന്മാറാനും കൊച്ചിനെ കളയാനൊക്കെ ഒത്തിരി സാധ്യതയുണ്ടായിരുന്നു.
നമ്മുടെ യേശു നഷ്ടപ്പെട്ടത് ഈ സ്വഭാവം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കന്യാമറിയാമിനോട് ഈ മഗ്ദലന മറിയത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് സെന്റ് മേരീസ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് നന്നാക്കണം, വൈറസ് എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള നല്ല ബാറ്ററി ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല മെമ്മറി ചിപ്സ് അങ്ങോട്ട് ആഡ് ചെയ്യണം. വചനം മുഴുവനും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ഗാഠമായി ചിന്തിക്കണം, അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, അത് കൃത്യസമയത്ത് ഓർക്കണം. പാപ സാഹചര്യങ്ങളുള്ള അത് ഓർത്തിട്ട് പ്രാർത്ഥിച്ച് അതിനോട് യോസേപ്പ്, പഴയ നിയമത്തിലെ യോസേപ്പ് പാപ സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യ ബോധത്തിൽ വചനം ഓർത്ത് അവൻ അതിനെ അതിജീവിച്ചിട്ട് അവൻ ഭക്ഷ്യമന്ത്രി ആയതുപോലെ കർത്താവിൻ്റെ വീരനായ മന്ത്രിയുടെ ജീവിത പങ്കാളിയായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ധൂപപ്രാർത്ഥന തുടരുകയാണ്. മാതാവിനെ നമ്മൾ പുകഴ്ത്തി, പിതാക്കന്മാരൊപ്പം വാഴ്ത്തി. മാതാവിൻ്റെ സ്വഭാവം എത്ര ശതമാനം നമുക്കുണ്ട്? വചനം കേൾക്കുക, വചനം ഗ്രഹിക്കുക, ഉള്ളിൽ സംഗ്രഹിക്കുക, അത് ഗാഠമായി ചിന്തിക്കുക, അത് രാവും പോലും ധ്യാനമാക്കുക, അത് കൃത്യസമയത്ത് ഓർക്കുക, അത് കൃത്യസമയത്ത് പ്രാർത്ഥനയാക്കുക, കൃത്യസമയത്ത് അത് പ്രവൃത്തിയാക്കുക, അത് യേശുവിനെ വളർത്താൻ വളമാക്കുക, കുരിശുവരെ കർത്താവിനൂടെ പോവുക, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുക, സ്വർഗാരോഹണം ചെയ്ത് യേശുവിൻ്റെ കൽപ്പന പ്രകാരം കാത്തിരിക്കുക, ആത്മാവിൽ നിറയുക. ഇതെല്ലാമാണ് വചനം രാവും പോലും ധ്യാനിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ. നമ്മൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാൽ ക്രിസ്തുവിനെ ആയിരിക്കും നമ്മൾ സേവിക്കുന്നത്. എവിടെ പോയാലും, കല്യാണം കഴിച്ചാലും, സന്യാസിനിയാണേലും എവിടെ പോയാലും, എന്നാ പണി കിട്ടിയാലും ക്രിസ്തുവിനെ ആയിരിക്കും സേവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും നമുക്ക് ശമ്പളം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം കിട്ടും. ഇനി ആരും ഒന്നും തന്നില്ലെങ്കിലും കർത്താവ് നമുക്ക് ശമ്പളം തന്നിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കൊല്ലമായെന്നറിയാം, 22-ാം വയസ്സിൽ ഇപ്പോൾ 71 വർഷമായി. ഒരു ശമ്പളവും ആരും തരുന്നില്ല, ഒരു കാര്യം മുടങ്ങിയിട്ടുമില്ല. എന്താ, ലക്ഷക്കണക്കിന് രൂപ ചെലവുമുണ്ട്, ആരോടും ചോദിക്കാറുമില്ല. പക്ഷെ കാര്യം ദൈവം കർത്താവിനെയാണ് സേവിക്കുന്നത്. എവിടെ പോയാലും ആരെ കണ്ടാലും കർത്താവ് അവരെ അയച്ചതെന്ന് പറഞ്ഞ് സഹോദരനെ പോലെയോ സഹോദരിയെ പോലെയോ അപ്പനെ പോലെയോ സഹോദരനെ പോലെയോ കണ്ടിട്ട് അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അത് കർത്താവിനോട് പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വചനം കൊടുത്ത് വിട്ടപ്പോൾ, വചനം പഠിക്കുന്നവരെല്ലാ ഓഹരിക്കും പങ്കുകൊടുക്കണം എന്നുള്ള വചനം അറിയാവുന്നവർ കൊല്ലം കൊണ്ട് തരുന്നുണ്ട്. അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ, എവിടെയാണ്? ഗലാത്യർ 6:6 അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ആരെല്ലാം വചനം പഠിപ്പിച്ചിരിക്കുന്നു? അപ്പനും അമ്മയും ഗുരുക്കന്മാരും സൺഡേ സ്കൂൾ അധ്യാപകരും സുവിശേഷകരും ഒക്കെ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം എണ്ണി ഓർത്തോർത്ത് സകല നന്മയുടെ ഓഹരി കൊടുത്തില്ലേ, അതൊരു കടമായിരിക്കും. എന്താ, ആ ബോധത്തോടെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം ദൈവം നടത്തും. എൻ്റെ കാര്യം അങ്ങനെ നടക്കും, ഞാൻ ആരും ചോദിക്കാറില്ല. പക്ഷേ ദൈവം മനോഹരമായി നടത്തുന്നു. ഉള്ളതെല്ലാം കിട്ടുന്നതെല്ലാം ഉപേക്ഷിച്ചാലും കോടിക്കണക്കിന് രൂപ വിലയുള്ള റബ്ബർ തോട്ടവും സ്കൂളും വസ്തുക്കളും എല്ലാം ഉപേക്ഷിച്ചാൽ ഇവിടെ വന്ന് ഈ പരിപാടി ചെയ്യുന്നു. എന്തിനാ? വേണ്ടിയത് എടുത്തോട്ട്, നിനക്കുള്ളത് എടുത്തു കളയുന്നതുകൊണ്ട് മടക്കി ചോദിക്കണ്ട. കർത്താവിന് റിപ്പോർട്ടുണ്ട്, അതായത് എൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി, എനിക്കൊന്നും വേണ്ട. അങ്ങനെ മാറി എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ മലയെ വന്നത്. അപ്പോൾ ആരോടും ചോദിക്കാതെ ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ നമുക്ക് വേണ്ടത് കർത്താവുകൊണ്ട് തന്നോളും, വചനം കൈവിടാതിരുന്നാൽ മതി. അപ്പോൾ എൻ്റെ വ്രതം തെറ്റിക്കാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ട്, എന്നെ അസ്ഥാനത്തേക്ക് വലിച്ചഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവവുമായിട്ട് ഞാൻ പറഞ്ഞ ഉടമ്പടി ഓർത്ത് അവരോട് വചനം പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുകയായിരുന്നു. പാപം ചെയ്യാൻ പലരെന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, പലരെന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. അവരെ മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ട്. പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവരോട് പ്രാർത്ഥിപ്പിക്കാനും മറന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തിൽ ഈ വേഷത്തിൽ കാണുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം എല്ലായിടത്തും പരീക്ഷകളാണ്. പക്ഷെ പരീക്ഷകളും പ്രലോഭനങ്ങളും നമ്മളെ കൊള്ളാവുന്നവരാക്കാനാണ്, കൊള്ളരുതാത്തവരാക്കാനല്ല. പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണ്. അതെവിടെയാ? യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. പരീക്ഷ സഹിക്കുന്ന സ്ത്രീയും പുരുഷനും ഒക്കെ ഭാഗ്യമുള്ളവരാണ്. അവരെ കർത്താവിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അവരെ കൊള്ളാവുന്നവരായി ശോഭിക്കാൻ, മനുഷ്യർക്കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ആകാനാണ് ഇതെല്ലാം എന്ന് ഓർത്തോണം. അതുകൊണ്ട് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും അത് ഏത് വചനത്തിന് നിവർത്തിയാണെന്ന് ചിന്തിച്ചോണം. അപ്പോൾ ദൈവാത്മാവ് പറയുന്നത് ഇന്ന വചനത്തിന് നിവർത്തിയാ. സ്തോത്രം. എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കും, സ്തോത്രം പറയാം. ആര് നമ്മുടെ അടുത്ത് എന്ത് ഉദ്ദേശത്തോടെ വന്നാലും അവരെ പ്രാർത്ഥിപ്പിച്ചേ വിടാവും. എന്താ, വചനം കൊടുത്തവരെ അവർ പിന്നെ തിരിഞ്ഞു കയറണമെങ്കിൽ വചനം സ്നേഹിക്കുക, അല്ലെ പോകട്ടെ. എന്താ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള യേശുവിനെയും വചനത്തെയും മാത്രം, നമുക്ക് പ്രാർത്ഥനയും ധ്യാനവും മാത്രമാണ് നമ്മുടെ ആയുധം. അങ്ങനെ നമുക്ക് പോകേണ്ട പോക്കോളും വരേണ്ടത് വന്നോളും കിട്ടേണ്ടത് കിട്ടിക്കോളും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. മാതാവിൻ്റെ ആ മാതൃക എല്ലാം ഹൃദയത്തിൽ ഗാഢമായി ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു.
അത് മാതാവിനെ സ്വർഗത്തോളം ഉയർത്തി പാതാളത്തോളം താഴ്ന്ന മനുഷ്യജാതിയെ ഹവ്വായെയൊക്കെ ഈ അമ്മച്ചിയുടെ മോനാവ് കയ്യെ പിടിച്ചുകൊണ്ട് വന്നത്. വല്യപ്പച്ചനെയൊക്കെ ഈ മാതാവിൻ്റെ മോൻ പാതാളത്തിൽ പോയി കൈപിടിച്ചുകൊണ്ട് പിന്നെയും ആയിരക്കണക്കിന് വർഷത്തിന് ശേഷമാണ് അത് പർദീസായി കയറാനുള്ളത്. ഇങ്ങനെ അനേകരെ കൈപിടിച്ച് പർദീസായിൽ കയറ്റാനുള്ള ജോലി നമുക്കുണ്ട്. യേശു ചെയ്തവനെ വിശ്വസിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതായ വചനം പ്രാർത്ഥനയാക്കി മാറ്റാൻ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്താട്ട് പ്രാർത്ഥിക്കാൻ പ്രേരണയുള്ളവർ എഴുന്നേറ്റാട്ട്. ഈ കേട്ട വചനം പ്രാർത്ഥനയാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ വന്നിരിക്കുന്നത്. ഈ പ്രസംഗം പ്രാർത്ഥനയിൽ നിന്ന് വന്നതാണ്. ഇനിയും പ്രസംഗം പ്രാർത്ഥനയായിട്ട് മാറണം. ഇത് ഇങ്ങനെ സൈക്കിളിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ദൈവാത്മാവിൽ ഈ കേട്ട വചനം പ്രാർത്ഥനയാക്കി, അത് ധ്യാനമാക്കി, അത് പ്രവൃത്തിയാക്കി, അത് പോരാട്ടമാക്കി, അത് വിജയമാക്കി, അത് ജയിച്ചവൻ്റെ കൂടെ സിംഹാസനം ഇരിക്കുന്നവരും വരെ നിർത്താനൊക്കെ ഇല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രത്തോളം സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കാനും ഗ്രഹിക്കാനും ഞങ്ങളെ തന്നെ സ്വാധീനം ചെയ്യാനും ഞങ്ങളുടെ കൂടെ മനസ്സിലാക്കാനും കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരത്തിനായ നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ വചന പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനും എടുക്കാനുള്ള ആഗ്രഹത്തെ യോഗ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾ നഷ്ടപ്പെടുത്തി ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ വചന പ്രകാരം കർത്താവെ മറിയ കല്ലറക്കലേക്ക് ഓടിയതിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അതിരാ കർത്താവിനെ കല്ലറക്കൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റാൽ മറിയ രാത്രി പോലും ഉറങ്ങാതെ കളിച്ചിരുന്ന വിഷമത്തോടെ കർത്താവിനോടുള്ള സ്നേഹ കൂടുതലുകൊണ്ട് ആ മറിയ കല്ലറക്കലേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവിനെ കാണാനിട്ട് അവൾ പറഞ്ഞു, എവിടെയാണ് എന്റെ കർത്താവിനെ വെച്ചിരിക്കുന്നത്? തോട്ടക്കാരനോട് ചോദിച്ചു. അതിന് പറഞ്ഞാൽ മതി, ഞാൻ പോയെടുത്തുള്ള അത്രമാത്രം വലിയ സ്നേഹം മറിയക്കുണ്ടായതുപോലെ കർത്താവെ ആ മറിയെ പോലെയുള്ള ആ ദൈവസ്നേഹം കർത്താവിനോട് ചേരാനുള്ള വലിയൊരു സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലോട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിനെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. കർത്താവിനെ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏത് പാപത്തിൽ നിന്നും വിട്ടുകൊടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പാപത്തെ ഓർത്ത് പാപിയെ സ്നേഹിച്ച കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ പാപത്തെ ഓർക്കാൻ ഞങ്ങളെ ഒന്ന് സ്നേഹിക്കുവാൻ ഇതാ ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. തിന്മയെ ഓർത്ത് നന്മയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കഴിവ് തന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ പരിശുദ്ധ മാതാവിനെ പോലെ വചനം സംഗ്രഹിക്കുന്നവരായി മാറുവാൻ, വചനം അനുസരിക്കുന്നവരായി തീരുവാൻ, വചനം കർത്താവെ അവിടുന്ന് പ്രമാണിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു കർത്താവെ. പരിശുദ്ധ മാതാവിന്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ ആ മാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉദരത്തിൽ യേശുക്കുഞ്ഞ് ജനിക്കാൻ പോകുന്ന അവസ്ഥയെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ ജീവിച്ച മാതാവ് പറഞ്ഞു, ഇത് ഞാൻ പുരുഷനെ അറിയുന്നില്ല, എന്റെ ഇഷ്ടമല്ല ദൈവം നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചെങ്കിലും ആ ഒരു വലിയ ബോധ്യം അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ആ ബോധ്യം കർത്താവെ ആ മാതാവിനുണ്ടായിരുന്നല്ലോ കർത്താവെ. ആ വലിയൊരു അറിവ് മാതാവിന് കിട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിവിന്റെ ഒരു അറിവ്, തിരിച്ചറിവിന്റെ ഒരു മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തരുമാറാകണമേ കർത്താവെ. ആ മാതാവ് കേട്ടിരുന്ന വചനം മൊത്തം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് ആ യേശുവിനെ കുറിച്ച് പഠിക്കാനും ആ യേശുക്കുഞ്ഞിനെ വളർത്തുവാനും ആ യേശുവിന്റെ അമ്മയാകാൻ ആരാധനത്തിൽ അത് കാത്തിരുന്ന ഒരു അനുഭവത്തിലൂടെ മാതാവിന് തന്നെ അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയെ പോലെ കർത്താവെ ഞങ്ങളെ വചനം സംഗ്രഹിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, വചനം ഓർമ്മ വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നെന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾക്ക് തക്ക സമയത്ത് വചനം ഓർക്കാൻ കഴിയുന്നില്ല, വചനം പഠിക്കാൻ കഴിയുന്നില്ല, വചനം പഠിപ്പിക്കാൻ കഴിയുന്നില്ല, വചനം അനുസരിക്കാൻ കഴിയുന്നില്ല, വചനപ്രകാരം ജീവിക്കാൻ കഴിയുന്നില്ല. കർത്താവെ ഞങ്ങൾ പാപികളാണ്. അതിന്റെ കാരണം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഇല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവാണ് സകലത് ഉപദേശിച്ചു തരുന്നത് നമ്മുടെ വചനമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഞങ്ങളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറത്തു പോകണം. അശുദ്ധാത്മാക്കൾ പുറത്തു പോയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് ഇടം കിട്ടുന്ന പരിശുദ്ധാത്മാവ് മാന്യനാണ്. ആ പരിശുദ്ധാത്മാവിന് ഇടം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ഹൃദയം വിശാലമാക്കണം. വചനത്തിൽ ഞങ്ങൾ വിശാലമാക്കിയിട്ട് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ വചനത്തിൽ ഓടുവാനുള്ള ഭാഗ്യം അവിടുന്ന് കിട്ടി. വചനം രാവും പകലും ധ്യാനിക്കണം കർത്താവെ. വചനം രാവും പകലും ധ്യാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വചനം രാവും പകലും ധ്യാനിക്കുന്നവർ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ സാധിക്കും. ഞങ്ങളുടെ ആഗ്രഹം ഒന്നും സാധിക്കുന്നില്ല. ഞങ്ങളുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണ്. അതിന്റെ കാരണം വചനം രാവും പകലും ധ്യാനിക്കാത്തതുകൊണ്ടാണ്. വചനം രാവും പകലും ധ്യാനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണം, ഓർമ്മ വരുത്തണം. അതുകൊണ്ട് ഇന്ന് വന്നുള്ള കർത്താവെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആ വചനം ഞങ്ങളെ പഠിപ്പിക്കണം, ആ വചനം ഞങ്ങൾക്ക് അനുസരിക്കണം, രാവും പകലും ധ്യാനിക്കണം, അങ്ങനെ വചനം സംഗ്രഹിക്കണം, വചനം കൃത്യസമയത്ത് ഓർമ്മ വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വരണം. ഞങ്ങൾ പാപത്തിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥയുണ്ട് കർത്താവെ. ഞങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് വചനം പറയാൻ കഴിയുന്നില്ല, വചനം അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, യേശുവിനെ കൊടുക്കാൻ കഴിയുന്നില്ല. അത് ഞങ്ങളുടെ കുറവുകളാണ് കർത്താവെ. ഞങ്ങളിന്ന് പല സാക്ഷ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് 6 കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച് 7ാമത്തെ തിന്മയോടത്തിലും ഞങ്ങളുടെ വചനമുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളെ തിന്മ കയറി പിടിക്കുന്നു, തിന്മ ഞങ്ങളെ പരീക്ഷിക്കുന്നു, തിന്മയിൽ ഞങ്ങൾ വീണു പോകുന്നു, തിന്മയ്ക്ക് ഞങ്ങൾ അടിമയായി പോകുന്നു കർത്താവെ. എന്നാൽ കർത്താവെ അതിന്റെ കാരണം ഞങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ
വിട്ടോടിയതുപോലെ ഞങ്ങൾക്കൊരു വിട്ടോടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ദൈവത്തോടുള്ള സ്നേഹക്കുറവാണ്. കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ദൈവം തരാത്തതിനെ വിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് കർത്താവെ ദൈവം തരാത്തത് ഞങ്ങൾ കയറിയെടുക്കുന്നത്. യോസേഫിനെ പോലെ വിട്ടിട്ടോടാനുള്ള പരീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ വളർന്നു വന്നപ്പോൾ ഞങ്ങൾ പരീക്ഷയിൽ വീണുപോയി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞതിന് ശേഷം ജീവന്റെ കിരീടം കിട്ടും. അയ്യോ, ഞങ്ങൾ കൊള്ളാവുന്നതായി തീർന്ന് ജീവന്റെ കിരീടം നഷ്ടപ്പെട്ടു പോയി. ക്ഷമിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് മൂത്തവരെ അമ്മയപ്പന്മാരെ പോലെ കാണാനോ ഇളയവരെ നിർമ്മല ഹൃദയത്തോടവരെ അന്യ സഹോദരന്മാരെ പോലെ കാണണമെന്ന് പറഞ്ഞു. ആ വചനപ്രകാരം ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ. ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് മുതൽ ഞങ്ങൾ മൂത്തവരെ ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ടിട്ട് അവരെ അപ്പനെ അമ്മയെ പോലെ സ്നേഹിക്കുവാൻ, അവരെ അപ്പനെ അമ്മയെ പോലെ കാണുവാൻ, ഇളയവരെ തന്നെ നിർമ്മല ഹൃദയത്തോടെ അവരെ നിർമ്മലമായി കണ്ടിട്ട് അവരെ സഹോദരങ്ങളെ പോലെ കാണുവാൻ ആ വചനം ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏത് സാഹചര്യത്തിലും വചനം അനുസരിക്കുവാന്, വചനം ഓർമ്മ വരുത്തുവാന്, വചനപ്രകാരം ജീവിക്കുവാന്, കഷ്ടത്തിൽ നിന്ന് വിട്ടോടുവാന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ കർത്താവേ. അതിനാൽ ഞങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചിട്ട് കർത്താവേ, ഇങ്ങോട്ട് ഓരോ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തില് കർത്താവുമായിട്ട് വലിയൊരു ബന്ധം പുലർത്തിക്കൊണ്ട് കർത്താവ് മാതാവ് അനുസരിച്ചതുപോലെ ഞങ്ങൾ അനുസരിക്കുവാൻ, മാതാവ് എപ്രകാരം വചനപ്രകാരം ജീവിച്ചോ അതുപോലെ ഞങ്ങൾ ഒന്ന് ജീവിക്കുവാൻ, കർത്താവേ നിന്റെ സ്നേഹത്തിൽ മറിഞ്ഞിരിക്കുവാൻ, കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയുവാൻ, ആത്മാവിന്റെ അഭിഷേകത്തിൽ ഞങ്ങൾ നിലപ്പെടുവാൻ, ഇതുവരെയുള്ള ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ച് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ ജ്വലിപ്പിക്കുവാൻ, ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ജീവിപ്പിക്കുവാൻ, നഷ്ടപ്പെട്ട പോയ പ്രാണനെ പാതാളത്തിൽ പോയിട്ട് അവിടുത്തെ സ്വന്തം പുത്രൻ പിതാവേ അവിടുന്ന് പാതാളത്തിൽ പ്രാണനെ കൊണ്ടുവന്നതുപോലെ ഞങ്ങളുടെ നഷ്ടപ്പെട്ട പ്രാണൻ കിടന്ന് അയ്യം വിളിക്കുമ്പോൾ, ഭൂതത്തിന്റെ ഉള്ളിൽ കിടന്ന് വിളിഞ്ഞ് ഭൂതത്തിന്റെ ഉള്ളിൽ നെരുങ്ങി കിടക്കുമ്പോൾ അതിനെ ഇന്ന് പാകമാതിനെ തന്നെ അഭിഷേകത്തിലൂടെ ചവിട്ടാനെ ചവിട്ടി മാറ്റിക്കെട്ടി സമുദ്രത്തിലുള്ള സമുദ്രത്തിൽ വിട്ട് പകരപ്പെടുത്താൻ അഭിഷേകത്തിലൂടെ ഞങ്ങളുടെ ചവിട്ടലിലൂടെ ചവിട്ടി പ്രാണനെ യേശുവിന്റെ ഉള്ളിലാക്കി അത് യേശുവിന്റെ ഉള്ളിൽ മറന്നിരുന്ന് സന്തോഷിക്കുവാൻ, ഞങ്ങൾ യേശുവിൽ സന്തോഷിച്ച് ആ പങ്കുവയ്ക്കുവാൻ കൊള്ളാം. ഞങ്ങൾക്ക് എല്ലാ യേശുവിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ മതി. യേശുവിന്റെ അല്ലാതെ ആരും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി. തരുന്നത് മധുരമായിക്കോട്ട് കഴിപ്പായിക്കോട്ട് കർത്താവേ, അതിനായി പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് നമ്മൾ എല്ലാ വിടുതലും അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവേ.